എന്റെ പൊന്നെണ്ണ ഇന്ന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പാസ്പോർട്ട് ഒപ്പിക്കണം. മോട്ടിച്ചിട്ടാണെങ്കിലും ഇന്ന് പാസ്പോർട്ടും കൊണ്ടേ ഇവിടുന്ന് പോകും. പാസ്പോർട്ട് ഓഫീസാണ് ഇവിടെ. ആദ്യം തന്നെ ചെന്ന് കയറി നിങ്ങളെ മണ്ടത്തിലൊന്നും വിളമ്പാൻ നിൽക്കല്ലേ. ഇല്ല, ആദ്യം നിന്റെ മണ്ടത്തരം വിളമ്പി ആളുകൾക്ക് വയറ് നിറഞ്ഞില്ലെങ്കിൽ മാത്രമേ ഞാൻ എന്റെ വിളമ്പണം. വലിയ തമാശ. എന്നിട്ട് ഒറ്റ മനുഷ്യർ ചിരിക്കണല്ലോ അടി. വെളിയിൽ നിൽക്കുന്ന സെക്യൂരിറ്റി കണ്ട നിന്റെ അച്ഛനെ പോലെ തന്നെ കാണാനാ? അല്ല, അതേ മനുഷ്യനെ മെനക്കെടുന്ന സ്വഭാവം. കയ്യിലൊരു വർക്കാവാത്ത സാധനവും വെച്ച് ബോംബുണ്ടാ കത്തി ഉണ്ടാന്ന് അവിടെ തപ്പുന്നു, ഇവിടെ തപ്പുന്നു, അപ്പുറത്ത് തപ്പുന്നു. എന്നാ അങ്ങേരിക്കൊല്ലും കിട്ടോ? അതുമില്ല. അത് വർക്കാവാത്ത സാധനമൊന്നുമല്ല. ആളുകളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാത്തോണ്ടാണ് അത് പിടിക്കാത്ത. അപ്പൊ പിന്നെ ഇതെന്തിരി ബൊക്കെ? ഇവിടെ കൊണ്ടുവന്ന ആദ്യം ഞാൻ പാസ്പോർട്ട് ഒന്ന് മര്യാദക്ക് ചോദിച്ചു നോക്കും. ഇത് കാണിച്ച് വരട്ടും. നിങ്ങളെ പോലീസുകാർ പെരട്ടും. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മളിവിടെ പാസ്പോർട്ട് എടുക്കാൻ വന്നത് നിങ്ങൾ ഗൾഫിൽ പോണെന്നൊക്കെ വേറെ ആരെയൊക്കെ അറിയിച്ചാലും നിങ്ങൾ അപ്പച്ചി അറിയിക്കല്ലേ. എന്റെ അപ്പച്ചി അറിഞ്ഞ എന്തൊരു കുഴപ്പം? എന്തൊരു കുഴപ്പം? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ. പിന്നെ നിങ്ങൾ ഗൾഫിൽ പോയ പോലെ തന്നെ അത് അവിടുത്തെ അറബീനെ അവരെ വിളിച്ച് അവര് നിങ്ങളെ കുറ്റം പറയും. മലയാളം എഴുതുമ്പം 7 തെറ്റ് വരുത്തുന്ന അവര് അറബി വിളിച്ച് കുറ്റം പറയാൻ പോണം. അയ്യോ, പരിദോഷണം പറയാൻ അവർക്ക് ഭാഷയുടെ ആവശ്യമില്ല. ആംഗ്യ ഭാഷയിൽ വരെ അവര് പരിദോഷണം പറയും. എന്റെ അപ്പച്ചിയെ പറ്റി ഇല്ലാത്ത പറയല്ലോ. അവരെ വീട്ടിന്റെ അടുത്ത സുധയുടെ മോടെ കല്യാണം മുടങ്ങിയതേ ഇവരാ പയ്യന്റെ അടുത്ത് പോയിട്ട് താണ്ട ഇങ്ങനെ കാണിച്ചേക്കുന്നത്. അതിനെ കെട്ടരുത്, ഒളിച്ചോടി പോയ പെണ്ണാണ്. അവർക്ക് മനസ്സിലായില്ല, എന്നിട്ടും ആ കല്യാണം മുടങ്ങി. അങ്ങനെ അവരെ വിചാരിച്ച് കാലിനും കഴുത്തിനും കുഴപ്പമുള്ള കൊച്ച അതിനെ കെട്ടരുതെന്നാ പറയുന്നത്. എടി, ഇവിടുന്ന് ഒരു പാസ്പോർട്ട് ഒപ്പിച്ച് നിന്റെ അനിയന്റെ വിസയില് ഗൾഫിലെത്തിയിട്ട് വേണം എനിക്കൊന്ന് പച്ച പിടിക്കാൻ. അണ്ണൻ അവിടെ പോയി ഒന്ന് പച്ച പിടിച്ചിട്ട് വേണം എനിക്കും കൂടെ ഒരു പാസ്പോർട്ട് എടുത്തങ്ങ് വരാൻ. നമുക്ക് അവിടെ നിന്ന് അടിച്ച് പൊളിക്കാം. ദൂർത്ത് ഞാൻ ഇവിടെ ഇറങ്ങുമ്പോ ദൂർത്തടിക്കാൻ വേണ്ടിയിരിക്കാണ്. എടി, ഞാൻ അങ്ങ് ചെന്നതിന് ശേഷം എനിക്ക് ആ പാസ്പോർട്ട് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാ? അത് ഞാൻ നിനക്ക് അയച്ചു തരാം. നീ അതിക്കേറി അങ്ങ് വന്നാൽ പാസ്പോർട്ട് എടുക്കാൻ പോണ. അല്ല, എന്നാ പിന്നെ നിങ്ങളാണ് ദൂർത്ത്. ഞാൻ എന്തൊരു ദൂർത്ത് കാണിച്ചാ? നിങ്ങൾക്ക് എന്റെ അനിയന്റെ പാസ്പോർട്ട് എടുത്ത് അങ്ങ് പോയാ പോരെ? അവ ഈ വിസ തരണേന് തന്നെ ഈ നാട് മുഴുവൻ പറഞ്ഞോണ്ട് നടക്കണേ. ഇനി അവന്റെ പാസ്പോർട്ടും കൂടെ വാങ്ങിച്ചാൽ അവൻ ലോകം മുഴുവൻ പറഞ്ഞോണ്ട്. നിങ്ങൾ എന്തിനു ഹായ് പറഞ്ഞ? സോപ്പിടാൻ വേണ്ടിയടി. ഇവിടുത്തെ മാടോന്ന് തോന്നുന്നു, ഭയങ്കര ജാട. നിങ്ങൾ പാസ്പോർട്ടിന്റെ ആയിട്ട് ചോദിച്ചു നോക്ക്. പോ എടി, ഒരു ഹായ് ചോദിച്ചിട്ട് തന്നില്ല, അപ്പൊ പാസ്പോർട്ട് ചോദിച്ചാ തരുമോ? എന്താ? ഒന്നുമില്ല മാഡം. മാഡത്തിനെ കാണാൻ എന്റെ അമ്മയെ പോലെ തന്നെ. ഓഹോ, അപ്പൊ എന്നെ കണ്ട അത്രയ്ക്ക് പ്രായം പറയൂ? അങ്ങനെയല്ല, മാഡത്തിനെ കാണാൻ എന്റെ മോളെ പോലെ തന്നെ. എനിക്കൊട്ടും പക്വതയില്ലെന്നല്ലേ? ഞാൻ പാസ്പോർട്ട് തരത്തില്ല. അയ്യോ മാഡം, ഞാൻ ഒരു വെപ്രാളത്തിൽ പറഞ്ഞു പോയതാണ് മാഡം. എനിക്കൊരു പാസ്പോർട്ട് തരുമോ? നേരത്തെ ഇവിടെ ആരാണ്ട കൊണ്ട് വെച്ചേക്കണ? ഇവിടുന്ന് പാസ്പോർട്ട് വാങ്ങണമില്ല, നിങ്ങളെ നേരത്തെ കൊണ്ട് തന്നിട്ടാ നിങ്ങൾ കൊടുക്കണ. എടോ, ഇങ്ങനെ വന്ന് ചോദിച്ച ഉടനെ പാസ്പോർട്ട് ഒന്നും എടുത്ത് തരാൻ പറ്റൂല. ചോദിക്കാതെ മിണ്ടായിരുന്ന കിട്ടുമല്ലോ. ടോക്കൺ വിളിക്കും. അതെ, ആ പയ്യന്റെ അടുത്തൊന്ന് പെട്ടെന്നൊന്ന് വിളിക്കാൻ പറഞ്ഞ. എനിക്ക് പുതിയ പരിചയമില്ല, അതാണ്. ആരെ? ജോപ്പൻ വിളിക്കുമെന്ന് പറഞ്ഞു. നിങ്ങളെ കൂട്ടുകാരിയല്ലേ? ജോപ്പനല്ല, ടോക്കൺ. ഇല്ല, ടിവിയിൽ എഴുതി കാണിക്കും. എഴുതി കാണിക്കാളോ? പടമൊന്നും ഇടൂലേ? പാട്ടെങ്കിലും കേട്ടോണ്ടിരിക്കാ. അപ്പൊ എനിക്ക് പാസ്പോർട്ട് തരൂല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണ്ട? എന്ത് ചെയ്യാൻ? ഇവളെനിക്ക് പാസ്പോർട്ട് തരൂലെന്ന്. അയ്യോ മാഡം, എവള് ഒപ്പിടാൻ പേന കൊണ്ടുവന്നില്ല. പേന കൊണ്ടുവരാത്ത എന്തടി? നിങ്ങള് പേനയുടെ കാര്യമല്ലല്ലോ, പേന കത്തിയുടെ കാര്യമല്ലേ പറഞ്ഞ? മാപ്പിളെ ജയിലിലാക്കോ? പതുക്കെ പറയടി. ടോക്കൺ വിളിച്ചു. ആര് വിളിച്ചാലും ഞാൻ തോക്കാൻ റെഡിയല്ല. അതല്ലെന്ന്, തന്റെ ടോക്കൺ നമ്പർ വിളിച്ചെന്ന്. ഡീറ്റെയിൽസ് എല്ലാം വേണം. എന്തൊക്കെ വേണം? തിരിച്ചറിയാനുള്ള രേഖ വേണം. മനസ്സിലായില്ല. താനാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രേഖ വേണമെന്ന്. ഞാനാണ് മാഡം. പിന്നെ നിങ്ങൾ ഭാര്യയും ഭർത്താവൂല്ലേ? അതെ. അപ്പം നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. അയ്യോ, അതെടുക്കാൻ മറന്നുപോയി. അപ്പൊ പിന്നെ നിങ്ങൾ ഭാര്യയും ഭർത്താവും എങ്ങനെ തെളിയിക്കും? വെയിറ്റ് മാഡം, ഇവിടെ നില്ല മനുഷ്യ. നിങ്ങൾ ഭാര്യയും ഭർത്താവോന്ന് എനിക്ക് മനസ്സിലായി. ഇനി പാസ്പോർട്ട് താ മാഡം. പക്ഷെ എനിക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. 10 പാസ്സായോ? കൗണ്ടർ കഴിഞ്ഞിട്ടല്ലേ ചിരിക്കണ്ടേ? ഇല്ല, കൗണ്ടറല്ലേ? പാസ്സായിട്ടില്ല. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങട്.
അയ്യോ ഇതിനകത്തൊന്നും മിസ്സിംഗ് ആണല്ലോ. ഒന്നും എടുത്തോണ്ട് വരരുത് വീട്ടിൽ നിന്ന്. ഞാൻ ഒന്നും അവിടെ വെച്ചില്ലെന്ന്. എന്തോന്ന് മാഡം മിസ്സിങ്? അത് നിങ്ങൾ തന്നെ കണ്ടുപിടി. ഇതിലെല്ലാം ഉണ്ടല്ലോ മാഡം, ഇതിലെല്ലാം ഉണ്ടല്ലോ. ഇതിനകത്ത് പാസ്പോർട്ട് ഇല്ലല്ലോ. എടുത്തോണ്ട് വരാത്തെന്തിരി പാസ്പോർട്ട്? പാസ്പോർട്ട് ഓഫീസിലാണ് പറഞ്ഞത്, അറിഞ്ഞൂടി? അതെടുക്കാനല്ലേ മനുഷ്യൻ നമ്മളിങ്ങോട്ട് വന്നത്. സോറി, തരാ. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. പേരെന്താ? സിബി. വയ്യല്ലേ? എനിക്കല്ല, നിങ്ങൾക്കാണ് വയ്യാത്ത. അതല്ലെന്ന്, സിബിയുടെ പേരിന്റെ ലാസ്റ്റ് വയ്യല്ലേ? വയ്യാണ് വയ്യാണ്. ഭാര്യയുടെ പേരെന്താണ്? മീനവിയൽ. മീനവിയൽ. അച്ഛന്റെ പേര്? പാപ്പൻ. അയ്യോ, അച്ഛനൊരു കുഴപ്പമുണ്ടല്ലോ. അയ്യോ മാഡം, എന്റെ അച്ഛൻ എന്താ മാഡം? എന്റെ അച്ഛൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം മാഡം. അയ്യോ, അച്ഛനൊരു പറ്റിയില്ല. ഇതിനകത്ത് അച്ഛന്റെ പേരിൽ ചെറിയൊരു തെറ്റുണ്ട്. എന്ത് തെറ്റി മാഡം? ഇതിനകത്ത് പാപ്പോന്നാന്നല്ലോ. പാപ്പനെന്നാണ്. പക്ഷെ ഇതിനകത്ത് തെറ്റാ. അങ്ങനെയാണെങ്കിൽ പാസ്പോർട്ട് തരാൻ പറ്റൂല. അയ്യോ, അച്ഛൻ ഇല്ലെന്ന് പറഞ്ഞാലോ? പാസ്പോർട്ട് ഇല്ലെന്നും പറയേണ്ടി വരും. ഇനിയിപ്പോ എന്ത് ചെയ്യും മാഡം? ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? അച്ഛൻ മാറിയെന്ന് പറഞ്ഞോണ്ട് പത്രത്തിൽ കൊടുക്കണം. എന്റെ അച്ഛൻ മാറിയിട്ടുള്ള പാസ്പോർട്ട് എനിക്ക് വേണ്ടെങ്കില് വേണ്ട. അതങ്ങ് കൊടുക്കാൻ മനുഷ്യ, നിങ്ങൾക്ക് ഗൾഫിൽ പോണ്ടേ? എടി, നിന്റെ അച്ഛയല്ലേ, എന്റെ അച്ഛനാണ് മാറുന്നത്. നാളെ നാട്ടുകാർ പറയും ഒരു പാസ്പോർട്ടിന് വേണ്ടി അച്ഛനെ മാറ്റിയവനാണ് ഈ സിബി എന്ന്. മാഡം, തൽക്കാലം അച്ഛയില്ല, അതങ്ങ് ചെയ്യും മാഡം. എടോ, പാസ്പോർട്ടില് നമ്മുടെ പേരിന്റെ ആദ്യം അച്ഛന്റെ പേര് ചേർക്കണം. അതുകൊണ്ട് ഇതിൽ കിടക്കണ പോലെയാണ് അച്ഛന്റെ പേര് ചേർക്കണമെങ്കിൽ പാസ്പോർട്ട് വരുമ്പോ പാപ്പം സിബി എന്ന് വരും. ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കണം. ഇതെന്തെന്ന്? ഒരാള് മതി. അപ്പൊ ഞാൻ രണ്ടാമത് എടുക്കാം. നിങ്ങളില്ലേ? എടോ, താനാണോ ഗൾഫിൽ പോന്നെ? അപ്പൊ തന്റെ ഫോട്ടോ മതി. അപ്പൊ എന്റേത് മാത്രം മതി. എടുത്തു. അതിന് ഞാൻ നിന്നില്ലല്ലോ. അതൊക്കെ മതി. ഇതെന്തൊരു ലാഭ പാസ്പോർട്ട് ഓഫീസാ? എടി, കൈക്ക് എന്തെങ്കിലും കുഴപ്പം കാണും, സ്കാൻ ചെയ്യണോന്ന് എനിക്കിപ്പോ എന്തിനാണ്? ഫിംഗർ പ്രിന്റ് എടുക്കാനാ. ഇവിടെ വെയ്യടോ, ബോധമില്ലയോ? അടുത്ത വിരല്. ഇതിപ്പോ ഒന്നും പതിയുന്നില്ലല്ലോ. എങ്ങനെ പതിയാനാണ്? ആ വീട്ടിലുള്ള ജോലി എത്ര എവിടെ എന്നെ കൊണ്ട് എടുപ്പിക്കാൻ വിരലൊക്കെ തേഞ്ഞു പോയിട്ടുണ്ട്. നീ വൈ, നിന്റെതാകുമ്പോ തേഞ്ഞൊന്നും കാണൂല. അങ്ങനൊന്നും വെക്കാൻ പറ്റൂല, നിങ്ങളെ തന്നെ വെക്കണം. കയ്യിൽ എല്ലാ വിരലും തേഞ്ഞു മാഡം, കാലിത് മതിയാ? ഇങ്ങനെ വീട്ടിലും ഇങ്ങനെ തന്നെ. അല്ല, വീട്ടിലെ കൈലി ഷർട്ടുവാ. ഒരേ കണക്ക് തന്നെ. അല്ല മാഡം, അണ്ണൻ ഡബിൾ എക്സലും ഞാൻ എക്സലുവാ. ഇനി നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടിയെന്ന് വെച്ചോ. തൽക്കാലം വേണോ നോർമൽ വേണോ? തൽക്കാലം നോർമൽ മതി. തൽക്കാലം നോർമൽ എന്നല്ല, തൽക്കാലം എന്ന് പറഞ്ഞ ഒരാഴ്ചക്കകം കിട്ടും. നോർമൽ ആണെങ്കിൽ ഒരു മാസം എടുക്കും. ഒരാഴ്ച കിട്ടുന്ന പെട്ടെന്ന് പോവാം. തൽക്കാലം മതി. പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ 3500, അല്ലാത്തതിന് 1500. പയ്യെ പയ്യാതെ അവിടെ പോയിട്ട് മാഡം, അപ്പൊ അണ്ണൻ ഒരു മാസത്തിനൊക്കെ പാസ്പോർട്ട് ഒക്കെ കിട്ടുമായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് ഒന്നും കൊണ്ട് തന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇങ്ങനെ പാസ്പോർട്ട് കൊടുക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ, ഈ കൊച്ചിനെ കൊണ്ടൊന്നും നടക്കാനൊന്നും പോണില്ല. നമുക്ക് പാസ്പോർട്ട് ഇല്ലാണ്ട് ഗൾഫിൽ പോകാം. പാസ്പോർട്ട് ഇല്ലാതെ ഇന്ത്യക്ക് വെളിയിൽ പോലും പോകാൻ പറ്റൂല. അപ്പൊ ഈ ബസ്സിയൊക്കെ പോണതാ? അതിന്റെ വാല തൂങ്ങി പിടിച്ച പൊക്കോ. അതിന്റെ വാലെ തൂങ്ങണോ കാലെ തൂങ്ങണോ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങളിപ്പോ പാസ്പോർട്ട് തരാൻ പറ്റോ ഇല്ലേ അത് പറ. ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് ഒന്നും കൊണ്ടു തരാതെ നിങ്ങൾക്ക് പാസ്പോർട്ട് അല്ല, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലും കിട്ടൂല. അപ്പൊ തരൂല. ഇനിയിപ്പോ നമ്മൾ എന്തിനാ? പാസ്പോർട്ട് തരൂലെന്ന്. ഒരു കാര്യം ചെയ്യും, നിന്റെ അനിയൻ വിസ അയക്കണേന്റെ കൂട്ടത്ത് അവന്റെ പാസ്പോർട്ടും കൂടെ അയക്കാൻ പറ. അവൻ ലോകം മൊത്തം പറഞ്ഞു തരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കുന്നവനല്ല ഈ സിബി. കത്തി കുത്തിയതാ. സ്വന്തം പാസ്പോർട്ടിലല്ലാതെ വല്ലോന്റെ പാസ്പോർട്ടിൽ താൻ ഗൾഫിൽ പോകുന്ന എനിക്കൊന്ന് കാണണം. കാണാം. നീ പറഞ്ഞില്ലേ എന്തോ കാണാന്ന് പറഞ്ഞു? ഇങ്ങോട്ട് വാ, കാണാൻ നിൽക്കണം. നെക്സ്റ്റ് ടോക്കൺ. ഈ ജോപ്പം വീണ്ടും വിളിച്ചടി. താൻ പോയില്ലേടോ? മേഡം, കഴിഞ്ഞതെല്ലാം മറന്നേളാ. ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് പാസ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇറങ്ങി പോടോ. എങ്ങനെയുണ്ടായിരുന്നു? എന്നാണ്ട് വിശേഷമൊക്കെ? സുഖാണോ? പുതിയ എന്തിന്റെ തമാശകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഇല്ല ഒന്നുമില്ല. പറ, റിഹേഴ്സൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞോളൂ, കേക്കട്ടെ. ഞാൻ ന്യൂ ഇയർ നന്നായതാ. പിന്നെ പബ്ലിക്കായിട്ട് പറ എന്താ ബാലമണി പറയൂ. എന്തിനാ മനസ്സിലായില്ല? ലൈനായിരുന്നു. അത് തന്നെ ഇവനെ ആരോമില്ല. അല്ല, ഇവൻ ഈ ഇടയായിട്ട് ബേക്കറി കിടന്ന് കറക്കുന്നുണ്ട്.
ഭയങ്കര കറക്കം. മാത്രല്ല ചായയിലൊക്കെ അധിക പഞ്ചസാര ഇട്ട് കുടിക്കുന്നുണ്ട്. അപ്പൊ പഞ്ചാരയുടെ അസുഖം ഉണ്ടേ. പറയടാ, പറ. കേക്കട്ടെ. ബേക്കറി പോവും അത് ബേക്കറി. അല്ല ഞങ്ങൾക്ക് ഈ ജെൻസിക്കാരുടെ പ്രണയമൊക്കെ എങ്ങനെയാന്നുള്ളത് അറിയത്തില്ല. അത് പറയടാ, തുറന്നു പറ. ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞോളാം. പറ. വേറെ ഒന്നുമില്ല, ഒരു കൊച്ചിനെ ഇഷ്ടമാണ്, അവൾക്ക് ബേക്കറി ഉണ്ട്, അത്രേ ഉള്ളൂ. അവൾക്കാണോ അവളുടെ ഫാമിലിക്കാണോ? അവളുടെ അച്ഛന്. ആ ഓക്കെ. എന്നിട്ട് എങ്ങനെയാ കണ്ടുമുട്ടിയേ? കണ്ടുപിട്ടിയതാ സ്കൂളിൽ വെച്ച്. സ്കൂളിൽ പഠിക്കുന്നതാണോ? പേര് പേര് പറയൂല. എടാ, പേര് പറയണ്ട. ബേക്കറിയുടെ കട അഡ്രസ് പറ. എടാ നിന്റെ ക്ലാസ്സില് ബേക്കറി ഒരേ ഒരു കൊച്ചേ ഉള്ളൂ. ഇനി നീ പേര് പറഞ്ഞില്ലെങ്കിൽ എന്ത്? ക്ലാസ്സിലല്ല, സ്കൂളിലാണെങ്കിലും. സ്കൂളിലാ? ആ സ്കൂളില്. നിന്റെ കാലം ഇളയതാടാ. അപ്പൊ നേഴ്സറിയില്ല. എടാ അതൊന്നും പറയണ്ട. ബേക്കറി എവിടെയാണ്? ആ ബേക്കറി വെള്ളനാട്. 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 ബേക്കറിയുടെ പേര്? ബേക്കറിയുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞില്ല. അതിനകത്ത് പപ്സ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് വെള്ളനാട് ജംഗ്ഷനിൽ 4 ബേക്കറി ഉള്ളൂ. ഞാൻ 4 കയറും. ആ ഞാൻ ചോദിക്കും എന്നിട്ട് വെള്ളനാട് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുങ്ങളുള്ള ബേക്കറി എന്ന് ഞാൻ തപ്പും. എന്നാലും മുട്ടയെന്ന് വിരിയാത്ത നിങ്ങളുടെ ആ പ്രണയം മുട്ട പഫ്സിൽ തന്നെ മുന്നോട്ടേക്ക് പോട്ടെ. കൺഗ്രാചുലേഷൻ. എടാ ആസ് എ കാമുകൻ എങ്ങനെയുണ്ട് നിന്റെ ജീവിതം? ആരെ കാമുകൻ? അവനാകുമ്പോ ആസ് എ കാമുകൻ മതി. കാറൊക്കെ വാങ്ങിയോ? അവളെ കൊണ്ട് കാർ മേടിപ്പിക്കും. എടോ കോടീശ്വരി. അല്ല കോടീശ്വര. ഹോട്ട് വീൽസ് ചേച്ചി. അല്ല അതൊരു വികാരം അല്ല തന്നെ. ഞാൻ ഇടയ്ക്ക് എന്നോട് ചോദിച്ചു മേടിച്ചു തരാവോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ ലൈഫോട് പോയി പറയടാ. ഞാൻ ചോദിക്കട്ടെ, ആസ് എ കാമുകൻ എങ്ങനെയുണ്ട് നിന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്? അതൊന്ന് കേക്കട്ടെ. രാവിലെ കുളിക്കുന്നു, ട്യൂട്ടോറിയിൽ പോകുന്നു, ട്യൂട്ടോറിയിൽ സ്കൂളിൽ പോകുന്നു, വൈകുന്നേരം അവള് പപ്സ് കൊണ്ടുവരുന്നു, കഴിക്കുന്നു. ഇത് എവിടെ വെച്ചാ നിങ്ങൾ കൈമാറുന്നേ? സ്കൂളിൽ വെച്ച്. സ്കൂളിൽ വെച്ചിട്ടാണ്. ഓ ദൈവമേ ടീച്ചറെ. അല്ല അത് ഒരു തെറ്റായ കാര്യമല്ലല്ലോ. പ്രണയിക്കാന്ന് പറയുന്നത് എല്ലാവർക്കും പ്രണയിക്കാൻ നല്ല മാർഗങ്ങളിലാണ്. പ്രണവ് ഭയങ്കര റെസ്പോൺസിബിൾ ആയ ഒരു സ്റ്റുഡന്റ് ആണ്, ഒരു നല്ല മകനാണ്. അപ്പോ നല്ല പഠിച്ച് നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്താൽ മതി. ഇതൊക്കെ തമാശയാണ്. ഓക്കെ മോനെ? നന്നായി പഠിക്കുക, നന്നായി ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടുക, ഒരു നല്ല വേദി കിട്ടുക, പെർഫോം ചെയ്യാനുള്ള അത് പെർഫോം ചെയ്തിട്ട് ബാറ്ററി ചാർജ് ആയിട്ട് കാശ് കിട്ടുക എന്ന് പറഞ്ഞാല് ഈ ഏജില് നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഏത് കുട്ടിക്കാ അത് കിട്ടുന്നത്? ആ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രം എടുത്താ മതി, ബാക്കിയെല്ലാം മാച്ചു കളയാം. ഈ പ്രണവിനെ കണ്ടപ്പോഴേ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അഖിലേട്ടനെ പോലെ എനിക്ക് തോന്നി. തോന്നിയോ? കമലിവര് പണ്ട് ട്രൂപ്പിൽ സ്കിറ്റ് കളിക്കുമ്പോ ഈ മുഖമാണ് സത്യം. നോക്ക്, ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്കൂ. അതെ എനിക്കാ തോന്നിയായിരുന്നു. അഖിലിന്റെ ചെറുപ്പകാലം എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ ഇവനെ വിളിച്ചാ മതി. അതെ അതെ, സായിപ്പിന്റെ അടുത്ത് കിട്ടിയ പാതി അതുണ്ട്. അരിഞ്ചാരനും പറയും. അതെ ആണാ. ഇനി നമുക്കേ ചിരിച്ച് ചിരിച്ച് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കണ്ടേ? പിന്നെ ബാറ്ററി കാണണ്ടേ? നിങ്ങക്ക് കാണണ്ടേ? പിന്നെ ബലമണി നോക്കിയാലോ? നോക്കാം മോളെ, ബാ. പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ 32,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ബാങ്ക് ഓഫ് ബോംബെ കാശ് തരേ. ജയിച്ചൊരു ആശ്വാസം അല്ലേ? ഒരേ സമയം സങ്കടവും സന്തോഷവും തരാൻ പറ്റുന്ന സൗണ്ട്. കറക്റ്റ് ആണത്. പറഞ്ഞ പോയിന്റ് ആണ്. കറക്റ്റ് കേട്ടാ. ഒരേ സമയം സങ്കടവും സന്തോഷം തരാൻ പറ്റുന്ന ഏക സൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ടിക്ക് മാർക്കിന്റെ സൗണ്ട് ആണ്.